മെറ്റീരിയൽസ് ഒക്കെ എത്തിയല്ലോ സൈറ്റില്. ഓ ഡാഡി, 1 സെക്കൻഡ്. മോള് പുറത്തേക്ക് പോകണോ? കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് ഡാഡി. കാശുണ്ടോ മോളുടെ കയ്യില്? കാർഡ് ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ ഓൺലൈൻ പേ ചെയ്യാലോ. ഓ യെസ് പോട്ടോ മോളെ. ഓക്കെ ഡാഡി, സീ യു. ആ അതെ, ഞാനത് ഫോളോ അപ്പ് ചെയ്തോളാം. ഏയ് വാട്ടർ ക്യാനേ. വാട്ടർ ക്യാനേ വിളിക്കുന്ന കേട്ടൂടെ വാട്ടർ ക്യാനേ? അത് തന്നെ, വിളിക്കുന്ന കേട്ടൂടെ വാട്ടർ ക്യാനെ? ഒന്നുമില്ലെങ്കിലും എന്താ മേഡം ഒന്ന് ചോദിക്കെങ്കിലും ചെയ്യും. എന്താ നീ കളിയാക്കാണോ? അയ്യോ, ഞാൻ ആരാ കളിയാക്കാനൊക്കെ? ഈ വാട്ടർ ക്യാൻ ഈയിടെ പറഞ്ഞാൽ ഒട്ടും കേൾക്കുന്നില്ല. കുറുമ്പ മേഡത്തെ പോലെ. അല്ലല്ല, മേഡത്തെക്കാൾ അഹങ്കാരം വന്നിരിക്കുന്നു തോന്നുന്നു. എന്നെ പൊട്ടിയാക്കല്ലേ പെണ്ണെ. വാട്ടർ ക്യാനെന്ന് നിന്നെയാ ഞാൻ വിളിച്ചേ. അതാ ഇപ്പൊ നന്നായത്. എന്നെ വിളിക്കുമ്പോ എന്റെ പേരിൽ വിളിക്കുക, അത് ആതിരാന്ന. അത് കൊച്ചുമേടത്തിന് അറിയാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ ഈ വാട്ടർ ക്യാനും തമ്മിൽ എന്തോ മുൻപരിചയം കാണുമെന്ന്. ഈ ആത്മബന്ധം. നിനക്ക് നിന്റെ അച്ഛനോ അമ്മാവനോ ഇട്ട പേര് എന്തായാലും എന്താ? വാട്ടർ ക്യാൻ കൊണ്ടുവരുന്നവളെ വാട്ടർ ക്യാൻ എന്നല്ലേ വിളിക്കുക? അയ്യോ ആണോ? അപ്പൊ വീടും റോഡും ഒക്കെ പണിയിപ്പിക്കുന്ന നിങ്ങളുടെ അച്ഛനെ ഏ വീടേ ഏ റോഡേ എന്നൊക്കെയാണ് എല്ലാരും വിളിക്കുക. ദേ നോക്ക്, എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. എന്റെ കാര്യം അത് തന്നെയാ കൊച്ചുമേഡം. എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന് എന്നോട് എന്നെ തട്ടിക്കയറുന്നോ? അങ്ങനെ എന്റെ വല്ലാതെ പറയല്ലേ കൊച്ചുമേഡം. ഇതൊക്കെ ഏത് നിമിഷം കൈവിട്ടു പോവാവുന്നതേ ഉള്ളൂ. ആരെങ്കിലും ഒക്കെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലോ അത് ജയിച്ചാലോ ഒക്കെ എന്താവും സ്ഥിതി? ഈ ഭൂമിയിൽ ശാശ്വതമായിട്ട് ഒന്നുമില്ലെന്നേ. വലിയ ഫിലോസഫി പറയാതെ നിന്റെ തല്ലിപ്പൊളി സ്കൂട്ടർ എടുത്ത് മാറ്റ്. എനിക്ക് കാർ എടുക്കണം. മാറ്റാലോ. ഇവിടുത്തെ നാരായണൻ ചേട്ടൻ ഒന്ന് വിളിക്കാവോ? ചേട്ടൻ വാട്ടർ ക്യാൻ എടുത്ത് അകത്തുകൊണ്ട് വെച്ചാ ആ നിമിഷം ഞാൻ സ്കൂട്ടർ എടുത്ത് പോക്കോളാം. ഇനി നാരായണനെ ഞാൻ വിളിക്കണോ? അതെ, മേഡം തന്നെ വിളിക്കണം. നിന്റെ ഈ ക്യാൻ എടുത്തോണ്ട് പോവാൻ ഞാൻ വിളിക്കണോ? നീ വിളിക്കടി. എനിക്ക് വണ്ടി എടുത്തോണ്ട് പോവേണ്ടതാ. എന്നാ പിന്നെ വാട്ടർ ക്യാൻ ഇവിടെ തന്നെ. എന്താടി നീ എന്തിനാ ആദ്യം കാണുമ്പോഴൊക്കെ അവളുടെ നേരെ കൈപൊക്കിക്കൊണ്ട് പോകുന്നേ? അമ്മയ്ക്ക് അറിയോ, വീട് വീടാന്തരം 50 രൂപയ്ക്ക് വാട്ടർ ക്യാൻ കൊടുത്ത് ജീവിക്കുന്ന ഇവള്, ഈ കൂലിപ്പെണ്ണ് എന്റെ നേർക്ക് എന്തൊക്കെ ധിക്കാരാ പറഞ്ഞെന്ന്? ആതിര ഒരു ധിക്കാരവും പറയില്ലെന്ന് എനിക്കറിയാം. പിന്നെ നിന്റെ ധിക്കാരത്തിന് തക്ക മറുപടി തന്നു കാണും, അത്ര തന്നെ. നീ എവിടേക്ക് പോവാൻ ഇറങ്ങിയതല്ലേ? പോവാൻ നോക്ക്. ഇവളോട് ഈ സ്കൂട്ടർ എടുത്ത് മാറ്റാൻ പറ. നാരായണ, നാരായണ, ദേ നീ വണ്ടി കയറി പോവാൻ നോക്ക്. ദേ ഈ ക്യാൻ എടുത്ത് അകത്തോണ്ട് വെക്കണേ. ബഹളം വെക്കണ്ട, ഇപ്പൊ മാറ്റി തരും.